വെളുപ്പാങ്കാലത്ത് 5:30 എഴുന്നേറ്റ് ഇപ്പൊ ശീലിച്ചെന്നേ. 5:30 അറിയാതെ കണ്ണ് കിടക്കുക. എങ്കിലും 7 മണി വരെ ഞാൻ ഇന്ന് കുത്തിപ്പിടിച്ച് കണ്ണടച്ച് കിടന്നിട്ടാണ് എഴുന്നേറ്റത്. കാരണം ഇന്ന് വീക്കെൻഡ് വ്ലോഗാണ്, സ്കൂളും ഓഫീസും ഒന്നുമില്ല. അപ്പൊ ബ്രഞ്ച് ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ ബ്രഞ്ച് എന്താണ് ഇന്ന്? മുട്ടക്കറി ഉണ്ടാക്കി ഇടുന്നുണ്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുക്കറിൽ നല്ല കുറുക്കിയ ഒരു കുക്കർ മുട്ടക്കറി ഉണ്ടാക്കി ലാസ്റ്റ് മുട്ടയും പുഴുങ്ങിയിട്ടിട്ടുണ്ട്. കൂടെ എന്താണ്? പുട്ടാണ്. അപ്പൊ നമ്മുടെ ബ്രഞ്ച് ഇന്ന് കുറച്ച് ഹെവി ആയിട്ടിരിക്കട്ടെ വെച്ച് ഞങ്ങളുടെ പുട്ടും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുട്ടും മുട്ടക്കറി ഒരു വല്ലാത്ത കോമ്പിനേഷൻ ആയില്ലേ. അപ്പൊ മെയ്ഡും വന്ന് പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ലഞ്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ, നമ്മൾ എപ്പോഴും എന്തെങ്കിലും ബേക്ക് ചെയ്യുന്ന ഒരു സംഭവം ഇടാറുണ്ടല്ലോ. അപ്പൊ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണി തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നോക്കിയാൽ ഇത് നമ്മുടെ വെള്ളക്കടലയാണ് കേട്ടോ വേവിച്ചത്. ഞാൻ അത് കടലക്കറി ഉണ്ടാക്കാൻ നേരം വേവിച്ച് കുറച്ച് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ബാക്കി മാറ്റി വെച്ചിരുന്നതാ. അത് വെള്ളമൊക്കെ മാറ്റി നല്ല വെന്തതാ. അത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ആദ്യം ഒന്ന് കറക്കി ഒന്ന് പേസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. കുറച്ച് തരിയൊക്കെ കടന്നോട്ടെ കേട്ടോ. കടല കാരണം നല്ലതായിട്ട് വെന്താണ്. അതൊരു ടേസ്റ്റ് തന്നെയാണ് ബ്രൗണിക്ക്. ഈ രീതിയിൽ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. ഈ ബ്രൗണിക്ക് മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മുട്ട ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ മുട്ട കഴിക്കുന്നത് കൊണ്ട്, മുട്ട ലവർ ആയതുകൊണ്ട് മുട്ട 2 എണ്ണം അടിച്ചിട്ട് അതിലേക്ക് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഈ ടോപ്സിന്റെ നമ്മുടെ സാധാരണ വാനില കസ്റ്റേർഡ് പൗഡർ അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് പൗഡർ, ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ കാഡ്ബറിയുടെ, അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. മിക്സ് ചെയ്യുക. അതൊന്ന് കലങ്ങി വന്നതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരപ്പൊടിയാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1/4 കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. 1 കപ്പോളം ചേർക്കാൻ കുഴപ്പമില്ല. മധുരം നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ശർക്കരപ്പൊടി ഇടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ബ്രൗണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഹിൻ്റായിട്ട്, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചേർക്കാം. അങ്ങനെ അളവും കാര്യങ്ങളും ഒന്നും നിങ്ങൾ വലിയ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബ്രൗണിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് വാനില എസൻസ് ഞാൻ മുട്ട ചേർത്ത് കൊടുത്തു. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല മുട്ടയില്ലെങ്കിൽ, കാരണം കസ്റ്റേർഡ് പൗഡറിനൊരു ടേസ്റ്റും ഉണ്ട്. അതിലേക്ക് പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ കണ്ടില്ലേ, അത്രയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മുടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ കടല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ആട്ട ഞാൻ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ബൈൻഡിങ്ങും കൂടെ കിട്ടിയപ്പോൾ ഈ രീതിയിൽ കിട്ടി. ഞാൻ പറഞ്ഞല്ലോ ബ്രൗണിക്ക് അങ്ങനെ ഇങ്ങനെ അളവൊന്നുമില്ല, നമ്മൾക്കൊരു ഇതിനനുസരിച്ചാണ്. അപ്പോൾ ഞാൻ ആ രീതിയിൽ ലാസ്റ്റ് 1 ടീസ്പൂൺ റൈസ് ബ്രാൻ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടും ലാസ്റ്റ് നമ്മൾ അത് ചേർത്ത് കൊടുത്താൽ. അതാ ലാസ്റ്റ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ കാർബൺ സ്റ്റീലിന്റെ ടിന്നാണ്, കൺവെക്ഷൻ മോഡിൽ ഇലക്ട്രിക് മോഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തു ഓവൻ. അതിനുശേഷം 40 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. 40 മിനിറ്റ്സ് ഇരുന്നൊന്ന് കുക്കാവട്ടെ. ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് 40 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ മൈക്രോവേവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഏതാണ് ചൂട് അത് മാനുവൽ നോക്കി ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ച് ചെയ്യാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവർക്കും ചെയ്തെടുക്കാം. ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ ഹെൽത്തി സ്നാക്കിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇതൊരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല, നമുക്ക് നല്ലതായിട്ട് തന്നെ വരും. ടേസ്റ്റ് നല്ലതായിരിക്കും. ചായയുടെ കൂടെ നമുക്കും കഴിക്കാം, അവർക്ക് പാലിന്റെ കൂടെ ഒക്കെ കഴിക്കാനും വയറ് നിറയും. നല്ല ഫില്ലിംഗ് ആണിത്. ഞാൻ കാണിച്ചില്ല, ഇതായി പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ഗിൽറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ കഴിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ. നമ്മൾ വിചാരിക്കുന്നത് വലിയ പ്രോസസ്സ് ഒന്നുമില്ല, ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. അത് മെല്ലെ മെല്ലെ നമ്മൾ പഠിച്ചാൽ പെട്ടെന്ന് നമ്മുടെ തോട്ടിൽ നമ്മുടെ നോർമൽ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. ഇത് സാധാരണ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബേക്ക് ചെയ്ത് ചെയ്യാം. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഡിന്നർ ഇന്ന് എന്താണെന്നറിയാമോ? ഞാൻ ഇന്നൊരു റിലാക്സ്ഡ് ഡേ ആയിട്ട് അങ്ങ് കണക്കാക്കി നമ്മുടെ കോഫി ഹൗസിൽ നിന്ന് തന്തൂരി ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഓർഡർ ചെയ്തു. തന്തൂരി ചിക്കനാണ് ഇത്. 1 തന്തൂരി ചിക്കനാണ് ഇത്രയും. ഇനി ഇതുപോലെ തന്നെ ഒരു തന്തൂരിയുടെയും കൂടെ ഇരിപ്പുണ്ട്. ഞാനതങ്ങ് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുകയാണ്, കാരണം ഇതെല്ലാം കൂടെ ഇത് തന്നെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാലൊക്കെ എടുത്ത് മേളിൽ വെച്ച് ടെംപ്റ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ തന്തൂരി ടിക്ക പനീറാണ്. പനീർ ടിക്ക അതും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഭാഗ്യം കൊണ്ട് ഇത് ഒരെണ്ണമേ വാങ്ങിച്ചുള്ളൂ. ഇത് തന്നെ ഇത്രയുണ്ട്. അപ്പോൾ ഇതും മുഴുവൻ കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതൊക്കെ ഭയങ്കര ഹെവിയാണ്. പക്ഷെ എനിക്ക് പനീറാണ് കൂടുതൽ ഇഷ്ടം, ചിക്കനെ കാട്ടിയിട്ടോ തന്തൂരി ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ തന്തൂരി റൊട്ടിയും തന്തൂരി നാനും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഗ്രേവിയും കൂടെ വേണ്ടതെന്ന് വെച്ചിട്ടേ നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇല്ലേ, നമ്മുടെ മട്ടർ മസാല, ഫ്രഷ് മട്ടർ മസാല, ഇതാണ് നാന്, ഇതാണ് റൊട്ടി. രണ്ടും തന്തൂരാണ്. അതിൻ്റെ കൂടെ കിട്ടിയ കുറേ സാലഡ്. നാളെ തന്തൂരി ഐറ്റം വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കുറേ സാലഡൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇന്ന് നമ്മുടെ ഡിന്നർ.
വല്ലപ്പോഴും ഒക്കെ ഇത് നമ്മുടെ കോഫി ഹൗസിൽ വരാറുണ്ട്, മാസത്തിൽ 1-2 തവണ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യങ്ങളും വാങ്ങിക്കാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ വേറെ ഇവിടെ അടുത്ത് വേറെ അങ്ങനെ നമുക്ക് സ്വിഗ്ഗി വഴി സൊമാറ്റോ വഴി ഇങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആകെ കോഫി ഹൗസ് നമ്മുടെ അകത്തുള്ള ഈ ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ഈ ഹോംലി മീൽസ് പോലെ ഇവിടെ ഉണ്ടാക്കി തരുന്നത്. അതിനപ്പുറത്തോട്ടില്ല, നമ്മൾ തന്നെ വെച്ച് കഴിക്കണ്ടേ. അപ്പം നമ്മൾ ഇഷ്ടമുള്ളത് വരുമ്പോൾ ഒരു മൂടുണ്ടെങ്കിൽ വാങ്ങി കഴിക്കും. പിന്നെ ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ നമ്മുടെ ജോധ്പൂർ ട്രിപ്പിനെ കുറിച്ചൊക്കെ കാണിച്ചിരുന്നല്ലോ, പകുതി 3 ദിവസത്തെ ട്രിപ്പായിരുന്നെന്ന്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ പാലസ് ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വെച്ച് പുറത്തിറങ്ങി. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും സാരമില്ല, കുറച്ച് വലിയ താങ്ങാൻ പറ്റാത്തൊന്നും ഇല്ലായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഭംഗിയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്കൂന് അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഈ പൂവെന്ന് പറയുന്നത് എന്തോ ഒരു സൈസിലെ പാലപ്പൂവല്ലേ, നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുന്നില്ല. ഈ ചൂടത്തും അത് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി കേട്ടോ. കാരണം അതിന് ചൂടൊന്നും ഒരു വിഷയമില്ലാത്തൊരു പൂവാൻ തോന്നുന്നത്. നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലെത്തി. അങ്കു വെള്ളത്തിൽ ചാടി. ഞാൻ അവിടെ ഒരു വള്ളിക്കുടിൽ കണ്ടു, അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരാക്കിയെടുത്തും പറഞ്ഞു പോവാം നമുക്ക് അങ്ങോട്ട് ഇരിക്കാമെന്ന്. കാരണം നല്ലൊരു എന്താ പറയുക, തണൽ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ. വെയിൽ കണ്ടാൽ തണലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തനിയെ മൂവ് ആവും. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് അതിനകം കണ്ടോ, നമ്മുടെ നാട്ടിൽ ഓട് പോലെ പാകിയിട്ടുണ്ടേ. ഇവിടെ അങ്ങനെ ഈ ഓട് കാണാറില്ല. എനിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഓട് തന്നെയാണോ നോക്കിയപ്പോൾ നമ്മുടെ ഓട് തന്നെയാ. നമ്മുടെ ഓടിൻ്റെ ഒരു എന്താ പറയുക, വള്ളിക്കുടിൽ മാതൃകയിൽ ഓടൊക്കെ ഇട്ടിട്ട് കുറച്ച് കസേരയൊക്കെ വെച്ച്, കസേരയിലൊക്കെ പൊടിയുണ്ടായിരുന്നു. 1-2 ഞങ്ങളൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ അതിനകത്തങ്ങ് ഇരുന്നു. അങ്കു ഇങ്ങനെ വെള്ളം കണ്ട് ചാടി. നല്ല ക്ലിയർ വെള്ളമായിരുന്നു. വേറെയും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു വള്ളിക്കുടിൻ്റെ ഇടയിൽ കൂടെ നോക്കും, അവനവിടെ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ, നമുക്കൊരു പേടിയല്ലേ. 3-4 വട്ടം ഇങ്ങനെ നോക്കി. അപ്പോൾ അത് ഈ സൈസിൽ പൂവായിരുന്നു കേട്ടോ അവിടെ മുഴുവൻ. പിന്നെ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടായിരുന്നു. ഇവിടെ വണ്ടിൽ തേനൊക്കെ ഉള്ള പൂവാ. അപ്പോൾ വണ്ടും പൂവും ഒത്തിരി നല്ല ഭംഗിയായിരുന്നു. വലിയൊരു പാലസ് ആയിരുന്നു. നമുക്ക് ശരിക്കും ഒരു ദിവസം തന്നെ വേണ്ടി വരും അത് മുഴുവൻ കറങ്ങി കാണാൻ, അത്രയ്ക്ക് വലിയൊരു റിസോർട്ടായിരുന്നു. പക്ഷെ നമുക്കത് റിലാക്സ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നടക്കാനൊക്കെ ഒത്തിരി ഇഷ്ടം. പ്രത്യേകിച്ച് ഈ പൂവും ചെടിയും കാറ്റും മഴയും വെയിലും എല്ലാം തന്നെ ഇരുന്ന് ആസ്വദിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും. രാക്കയെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഫോണൊക്കെ നോക്കിക്കൊണ്ട്. ഞാൻ ആ ഹോളിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, അങ്കുവിന്റെ തല എവിടെ കാണുന്നുണ്ടോ, നമുക്കൊരു പേടിയാന്നേ. പിന്നെ പാവൻ രാക്കയാണ് എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്തു തന്നെ കേട്ടോ. എൻ്റെ കുറേ വീഡിയോയും ഫോട്ടോസും അതൊക്കെ എടുത്തു തന്നു. പിന്നെ അതിനപ്പുറത്തോട്ടൊരു ഈന്തപ്പന തോട്ടം ഉണ്ടായിരുന്നു. രാജസ്ഥാനാണല്ലോ, അപ്പോൾ ഇവിടെ ഡേറ്റ്സ് രാജസ്ഥാനിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഡേറ്റ്സ് ഒന്നും കണ്ടില്ല, പനത്തോട്ടം പോലെ. അതിനപ്പുറത്തോട്ട് കുറേ വേപ്പ് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ സുഖം നമുക്കറിയാലോ, വെയിലത്ത് നിന്ന് അതിന്റെ താഴെയിലോട്ട് വരുമ്പോൾ ഉള്ളൊരു മരത്തിന്റെ ആ ഒരു പ്രത്യേകത അതാണല്ലോ. നമ്മുടെ ടൗൺഷിപ്പിലും കുറേ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു അന്തരീക്ഷം മാറി വേറൊരു എടുത്തോട്ട് കുറച്ച് ഒന്ന് മാറി നിൽക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നത്. ഒരുപാട് നേരം ഇവിടെ ഒന്നും തങ്ങാൻ പറ്റത്തില്ല, തിരിച്ച് നമുക്ക് വീട്ടിലെത്തണമെന്നും തോന്നും. അത് മാനസികമായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ നമ്മള് ഈ രാജസ്ഥാനിലോട്ടൊക്കെ ഇനി വരാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് വന്നുകൊണ്ടിരിക്കുക. അതായത് സെപ്റ്റംബർ മുതൽ വന്ന് സുഖമായിട്ട് കണ്ടിട്ട് പോകാം. ഒരുപാട് തണുപ്പ് ഒരുപാട് ചൂടുള്ള സമയത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്കെ നല്ലതായിട്ട് വന്ന് കണ്ടിട്ട് പോവാ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫെബ്രുവരി മാർച്ചൊക്കെ വരുന്നതും നല്ലതാണ്. ഒരുപാട് പാലസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് രാജസ്ഥാൻ. അതെ, അങ്കൂന് വന്ന ഉടനെ തന്നെ നല്ല വിശപ്പായിരുന്നു. ഇത് അവൻ ഏതോ ഒരു പാസ്ത അവൻ തന്നെ ഓർഡർ ചെയ്തു. റൂമിൽ വന്ന് കുളിച്ചിട്ട് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ വിശപ്പില്ലായിരുന്നു. നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് കഴിച്ചിട്ടാണ് പോയത്. അവന് സ്വിം ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമായിരുന്നു അവിടെ ഇരിക്കുന്ന ചായ എടുത്ത് കലക്കി കുടിക്കാന്ന് വെച്ച് പോവുകയാണ്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അത് ശരിക്കും ആ പാൽപ്പൊടി ഇട്ടപ്പോൾ പിരിഞ്ഞു പോയി. അപ്പോൾ രാക്കെ പറഞ്ഞു, ഇല്ലില്ല പിരിച്ചിട്ടൊന്നുമില്ല, അത് നീ കപ്പ് കഴുകിയ വെള്ളം കൊണ്ട് അതിനകത്ത് ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ട കെട്ടി വരുന്നത്, ആ ചൂടുവെള്ളം അതിൻ്റെ കൂടെ ഒഴിച്ചപ്പോൾ ഇങ്ങനെ ആവുന്നയാ. അപ്പോൾ അതേ പഞ്ചസാരയാണെന്ന് പറഞ്ഞ് എന്തൊക്കെ എടുത്തിട്ട്, പഞ്ചാരയൊന്നും എഴുതിയിട്ടില്ലായിരുന്നു അതിനകത്ത്, എന്തോ സ്വീറ്റ്നറാണ്. എല്ലാം കൂടെ കലക്കി മൊത്തത്തിൽ കുളമായി. എങ്കിലും കുടിക്കാന്ന് വെച്ച് എടുത്തിട്ടും എനിക്കങ്ങോട്ട് മനസ്സിനൊരു സമാധാനം കിട്ടിയില്ലായിരുന്നു. വയറങ്ങാണ് ഇളകിയാലോ എന്ന് വെച്ചിട്ട് കുറച്ച് കുടിച്ചിട്ട് ഞാനവിടെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ടി വി ഒക്കെ കുറച്ച് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നിട്ട് അവിടെ തന്നെ റൂമിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചായ അവിടെ നിന്ന് അങ്ങ് ഓർഡർ ചെയ്തു. അങ്കുവിൻ്റെ കൂടെ അങ്ങ് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഞാൻ പിന്നെ ആലോചിച്ചത്. അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, വലിയ വിശപ്പില്ലായിരുന്നു. ഞങ്ങൾ അതായത് റൂമിൽ തന്നെ ടി വി ഒക്കെ കണ്ട് കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. റൂം നല്ലൊരു വൈബുള്ള റൂമായിരുന്നേ. ഒന്ന് ചുറ്റിയപ്പോൾ തന്നെ ഒന്ന് ക്ഷീണിച്ചു. പിന്നെ രസം ഉണ്ടായിരുന്നു. ഡിന്നർ നമ്മൾ പുറത്ത് അവിടെ തന്നെ ബുഫേ ഉണ്ടായിരുന്നു. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ബുഫേ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വെജിറ്റേറിയൻ ബുഫേ. അപ്പോൾ അങ്കുവും രാക്കയും എന്തെങ്കിലും ആലക്കാട്ടെ ഓർഡർ ചെയ്യാം.
ഞാൻ പറഞ്ഞു എനിക്ക് വെജിറ്റേറിയൻ ബുഫ് മതി, എനിക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതലും ഈ രാജസ്ഥാനിലൊക്കെ വന്നാൽ കഴിക്കാൻ ഇഷ്ടവും, ഒരുപാട് നല്ല നല്ല ഐറ്റംസ് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി അങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുകയാണ്. തിരക്കൊന്നുമില്ല കേട്ടോ, നമുക്ക് റിലാക്സ് ചെയ്ത് സത്യം പറഞ്ഞാൽ നമുക്ക് മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടും, കാരണം പുതിയ പുതിയ കാര്യങ്ങൾ കാണാം. ഈ പാലസിന്റെ പേര് ഉബൈദ് പാലസ് എന്നാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഒരു റിസോർട്ടിന്റെ പേര്. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, വൈകുന്നേരം നല്ല സുഖം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വട്ടം ഞാൻ രാജസ്ഥാനിൽ വന്നിട്ടുണ്ടെങ്കിലും നല്ല റിലാക്സ്ഡ് ഒരു ട്രിപ്പായിരുന്നു ഇപ്രാവശ്യം. അപ്പൊ ഇനി ഭക്ഷണം എന്താണെന്ന് കാണിച്ചു തരാം, വായോ. ഞാൻ പറഞ്ഞില്ല ഞാനൊരു വെജിറ്റേറിയൻ ബുഫേ ആയിരുന്നു. അതെ, അതെന്താ അവര് ചെറിയ രീതിയിൽ വിശപ്പൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആട്ടോ. പാലസിന്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പൊ അതെ നമ്മുടെ ഡിന്നർ ആദ്യം സൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് വെജ് ന്യൂഡിൽസ് ആട്ടോ, വെജിറ്റബിൾ ആയിരുന്നു ബുഫേ. പിന്നെ അതിനപ്പുറത്തോട്ട് കാണുന്ന പാസ്തയാണ്, വെജിറ്റബിൾ പാസ്ത, വൈറ്റ് പാസ്ത. പിന്നെ ഇവരുടെ എന്താ പറയാ പനീർ, ദാല്, റൈസ്, സബ്ജി, കുറുമ പോലെ ഇവർ വെക്കുന്ന എന്താ വെജിറ്റബിൾ കറിയൊക്കെ കൂടെ അതൊക്കെ ഉണ്ടായിരുന്നു. റൊട്ടി, തന്തൂർ റൊട്ടി, ഗുലാബ് ജാമുൻ, അതുപോലെ തന്നെ ബ്രൗണി, പിന്നെ റൈത്ത, പിക്കിൾ, പപ്പടം, ചട്നി ഇവർ പറഞ്ഞ പച്ച ചട്നി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. പപ്പടം തന്നെ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ തന്നെ ഒരു രീതിയിലൊരു പാപ്പടം, ഇവിടെ പപ്പടത്തിന് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. പപ്പടത്തിന്റെ പല രീതികൾ ഞാൻ കണ്ടു, പല രീതിയിൽ കാണിക്കുന്നത്. ചവ്വരിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ടേസ്റ്റ് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എൻ്റെ സംഭവം ഞാൻ പറഞ്ഞില്ല, ഒരു ഇത് വിശപ്പുണ്ടായിരുന്നു. ഞാൻ റൈസും ദാലും എനിക്ക് ഇഷ്ടമാണ് ഇവരുടെ. അപ്പോൾ ഇത് ഒരു നംകീൻ റൈസ് പോലെ ആയിരുന്നു, പുലാവ് ടൈപ്പ്. പിന്നെ അല്ലാതെ ഇതൊക്കെ ഞാൻ കുറച്ച് എടുത്തു, എനിക്കിതായിരുന്നു എടുത്തത്. അവർ റൊട്ടിയും പിന്നെ മട്ടൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ മട്ടൻ കഴിക്കത്തില്ല കേട്ടോ, എനിക്ക് അലർജിയാണ്. അപ്പോൾ അവർക്ക് മട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പേരും പറയുന്നു കേട്ടോ, രാജസ്ഥാനിൽ തന്നെ രീതിയിൽ തയ്യാറാക്കിയതാണ്. എനിക്ക് താല്പര്യമില്ലാത്തതിന് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയില്ല, ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. തന്തൂരി റൊട്ടിയും തന്തൂരി ബട്ടർ റൊട്ടിയായിരുന്നു അവർ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ആവശ്യത്തിനൊക്കെ എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ മാക്സിമം കഴിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ 2 വെജിറ്റബിൾസും കൊണ്ടു തന്നു. പിന്നെ അവർ കഴിച്ച് കഴിയുന്നവരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ഫാസ്റ്റായിട്ട് കഴിക്കും കേട്ടോ, ബാക്കി അങ്കുവും പിന്നെയും ഫാസ്റ്റായിട്ട് ഒക്കെ ഭയങ്കര സ്ലോ ആണ്. കുറേ ടൈം നമ്മൾ ഇങ്ങനെ ഇരിക്കണം. എഴുന്നേറ്റ് പോകാനും നമുക്ക് തോന്നത്തില്ല, കഷ്ടം തോന്നും, പുള്ളീനെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടല്ലോ എന്ന് വെച്ചാൽ. പിന്നെ കുറേ നേരം ഞാൻ അവിടെ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒന്നാമത് നടന്നൊക്കെ ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ ജസ്റ്റ് ആ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. നല്ലൊരു റിസോർട്ടും നല്ലൊരു ആംബിയൻസും നല്ല സ്റ്റാഫുകളും ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ 2ാമത്തെ വട്ടമാണ് സ്റ്റേ ചെയ്യാൻ വരുന്നത്. ആദ്യത്തെ വട്ടം ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്, 2ാമത്തെ വട്ടം അതിലും ആദ്യത്തിനെ കാട്ടി സൂപ്പറായിരുന്നു 2ാമത്തെ വട്ടം വന്നപ്പോൾ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് ഈ റിസോർട്ട്. അത് ഞങ്ങൾ വീണ്ടും ബുക്ക് ചെയ്ത് വന്നതും. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു സ്ഥലമാണ് രാജസ്ഥാന്. നമുക്ക് ഈ കൾച്ചറൽ പഠിക്കാനും നോക്കാനും കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാനുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. Bye bye dears.